ഒരുപാട് നാളുകൂടി കയ്യിൽ മൈക്ക് കിട്ടിയപ്പോൾ മുൻ മേയറൂട്ടി ഇംഗ്ലീഷിൽ കാച്ചി ഈ ആക്രോശം കേട്ട് നാട്ടുകാർക്കൊന്ന് ഞെട്ടി. അപ്പുറത്ത് ആര്യ ചേച്ചി തൊണ്ട പൊട്ടി പ്രസംഗിക്കുമ്പോൾ ഇപ്പുറത്ത് ജനങ്ങൾ കണ്ണും തുടച്ചോർക്കുകയായിരുന്നു സ്വന്തം പാർട്ടിയുടെയും MLA-മാരുടെയും മക്കളും നേതാക്കളുടെ ഉറ്റവരും ലഹരി കേസുകളിൽ നിരനിരയായി കുടുങ്ങി നാണം കെട്ടപ്പോൾ ഈ ഇംഗ്ലീഷ് ഉപദേശമൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അതിലും കോമഡി പിണറായി വിജയൻ എന്ന ധീരനായ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടിയ ആര്യ ചേച്ചിയുടെ ആ കരച്ചിൽ പ്രസംഗമാണ്. കേന്ദ്രത്തിന്റെ പണത്തിന് മുന്നിൽ എൻ്റെ ജനതയുടെ അഭിമാനം പണയം വെക്കില്ലെന്ന് പറഞ്ഞ ധീരനാണ് പിണറായി വിജയൻ. ആഹാ, എന്തൊരു കാവ്യരൂപം! ധാരധാരയായി കണ്ണീരൊഴുകുന്ന അഭിനയം. പക്ഷെ എൻ്റെ പൊന്നാരി ചേച്ചി, ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിയും ബോധവും ഒക്കെയുണ്ട്. ആ പിണറായി വിജയന്റെ ധീരതയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഈ നാടിന് നല്ലപോലെ അറിയാം. എന്തായിരുന്നു ആ ധീരത? കേന്ദ്രത്തിന്റെ ഒരു ദയാ പൈസയും ഞങ്ങൾക്ക് വേണ്ട, PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് ഞങ്ങൾ അറബിക്കടലിൽ തള്ളും എന്നൊക്കെ ഹുങ്കും പറഞ്ഞ് നെഞ്ചും വിരിച്ച് നടന്നു. വിപ്ലവം പ്രസംഗിച്ച് നടന്ന ഒടുവിൽ കേന്ദ്ര സഹായത്തിന്റെ 1000 കോടി രൂപ മുഴങ്ങുമെന്നും ഭരണം പൂർണ്ണമായും സ്തംഭിക്കുമെന്നും കണ്ടപ്പോൾ പിണറായിയും ശിവൻകുട്ടിയും മിണ്ടാപ്പൂച്ചകളെപ്പോലെ ഡൽഹിയിൽ ചെന്ന് കുനിഞ്ഞു കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ തത്വശാസ്ത്ര സമരത്തിന്റെ കാറ്റ് പോയപ്പോൾ അതിനെ ഞങ്ങൾ തന്ത്രപരമായി വാങ്ങിച്ചെടുത്തതാണെന്നും ആര്യചേച്ചിയെ പോലെയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ വിപ്ലവം? പിണറായി വിജയന്റെ ഭരണം കേരളത്തിന്റെ സത്യത്തിൽ എന്താ നൽകിയതെന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം ജനതയെ നികുതി ചക്രത്തിലിട്ട് പിഴിഞ്ഞെടുത്ത് ഖജനാവ് ശൂന്യമാക്കി സംസ്ഥാനത്തെ ആകെ കടക്കണിയിലാക്കിയ ധീരത. പെൻഷൻ മുടങ്ങി പാവപ്പെട്ട വയസ്സായ മനുഷ്യർ തെരുവിൽ അലയുമ്പോൾ ആ പെൻഷൻ കൊടുക്കേണ്ട സഹകരണ ബാങ്കുകളെ സ്വന്തം നേതാക്കളെ കൊണ്ട് വെട്ടിപ്പ് നടത്തിപ്പിച്ച് എന്നിട്ട് അതിനെ മുടിപ്പിച്ച സഹകരണ ബാങ്കിന്റെ ധീരതയെല്ലാം നമ്മൾ മറന്നിട്ടില്ല. പാവപ്പെട്ടവനൊരു വീട് വെച്ച് കൊടുത്താൽ അതിന്റെ മുമ്പിൽ വന്ന് സർക്കാരിന്റെ ചാപ്പയും കുത്തിച്ച് ഞങ്ങൾ തന്ന ദാനമാണ് നിന്റെയൊക്കെ കിടപ്പാടം എന്ന് കാട്ടി ആ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഇവിടുത്തെ ഭരിച്ച തമ്പ്രാക്കന്മാരുടെ കഥയൊന്നും ഓർമ്മിപ്പിക്കല്ലേ. സ്വന്തം പേഴ്സിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ കാശെടുത്തിട്ടൊന്നും അല്ല പിണറായി വിജയൻ അന്ന് വീട് വെച്ച് നൽകിയത്. അത് ഈ നാട്ടിലെ ഞാനും നിങ്ങളും അടക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമാണ്. ആ അവകാശത്തെ ഔദാര്യമായി ചിത്രീകരിക്കാൻ പിണറായിയെ വാഴ്ത്തുന്ന ആര്യ ചേച്ചിക്ക് നാണമില്ലേ? ഇല്ലെന്നറിയാം. ഇനി നമ്മുടെ മേയറൂട്ടിയുടെ സ്വന്തം ചരിത്രം ഒന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി വന്ന് ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും വേഗത്തിൽ നാണം കെട്ടി ഇമേജ് കുറഞ്ഞ വ്യക്തിയായി അതിന് മാറിയ ആര്യ ചേച്ചിക്ക് പ്രത്യേക അവാർഡ് നൽകണം. രാത്രിയുടെ കൂരിരുട്ടിൽ കാറിന്റെ പിൻസീറ്റിലിരുന്ന് മുന്നിൽ പോയ KSRTC ബസിന്റെ ഡ്രൈവർ യദു കൈകൊണ്ട് കാണിച്ച അശ്ലീല മുദ്ര കൃത്യമായി കണ്ടുപിടിച്ച ആ വണ്ടർ വുമൺ വിഷൻ. പക്ഷെ കഷ്ടം, കേസ് കോടതിയിലെത്തിയപ്പോൾ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രം വായുവിൽ ആവിയായിപ്പോയി. സത്യസന്ധതയുടെ പ്രതീകമായ മേയറൂട്ടിക്ക് മുന്നിൽ തെളിവുകൾ പോലും സ്വന്തം നാണിച്ച് അപ്രത്യക്ഷമായ നിമിഷമാണത്. നഗരസഭയിലെ ജോലി ഒഴിവുകളിലേക്ക് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ പാർട്ടി സെക്രട്ടറിക്ക് ലെറ്റർ പാഡിൽ കത്തയക്കുക, പിടിക്കപ്പെട്ടപ്പോൾ അയ്യോ എൻ്റെ ഒപ്പം ആരോ ഒപ്പിച്ചു വെച്ചതാ എന്ന് പറഞ്ഞ് കുട്ടിക്കളി പറയുക, സ്വന്തം ഓഫീസിലെ സീലും ലെറ്റർ പാഡും സുരക്ഷിതമായി വെക്കാൻ കഴിവില്ലാത്തവരാണ് ഇപ്പോൾ നാട്ടുകാരെയും സതീശിനെയും എല്ലാവരെയും ഉപദേശിക്കാൻ നടക്കുന്നത്. നഗരസഭയിൽ വൻതോതിൽ അനധികൃത കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയതും കോടികളുടെ വാടക തട്ടിപ്പ് നടന്നതും മേയറൂട്ടിയുടെ ഭരണ നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രത്യേകം സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. VV രാജേഷ് വന്നപ്പോൾ കള്ളത്തരം കണ്ടുപിടിക്കാൻ മാത്രം അദ്ദേഹത്തിന് പ്രത്യേകം സമയം കണ്ടെത്തേണ്ടി വന്നു. കേരളത്തിലെ ജനങ്ങൾ പടുകുഴിയിൽ വീണ് കിടന്നപ്പോൾ കാണാത്ത ധീരതയും നന്മയും കസേര തെറിച്ച ശേഷം ആര്യ ചേച്ചി മൈക്കിന് മുന്നിൽ നിന്നും പതപ്പിച്ചത് കൊണ്ട് വെളുത്തു വരാൻ എന്തായാലും പോകുന്നില്ല. ജനങ്ങളെ നോക്കി ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറാകാത്ത ധാർഷ്ട്യത്തിൻ്റെയും പിൻവാതിൽ നിയമനങ്ങളുടെയും മുഖമുദ്രയായിരുന്ന ഒരു ഭരണകാലത്തെ മഹാബലി നാടുവാണ കാലം പോലെ വാഴ്ത്തിപ്പാടാൻ ആര്യ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. കാരണം പാർട്ടി നൽകിയ അപ്പകഷ്ണങ്ങൾ കൈപ്പറ്റിയവർക്ക് യജമാനനെ പൂജിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ലഹരി വ്യാപനം തടയാൻ കഴിവില്ലാതെ യുവതലമുറയെ വഴിതെറ്റിച്ച ഭരണകൂടത്തെ ന്യായീകരിക്കാൻ നാർക്കോട്ടിക് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന ഇംഗ്ലീഷ് വാചകം മാത്രം പോരാ എൻ്റെ ആര്യ ചേച്ചി. സ്വന്തം ഭരണകാലത്ത് ലഹരിക്കടത്തുകാർക്ക് കുടപിടിച്ചു കൊടുത്തവർ ഇപ്പൊ വന്നിട്ട് ഉപദേശിക്കുമ്പോൾ അപ്പോൾ കേൾക്കുന്നവർക്കൊക്കെ അറപ്പും വെറുപ്പുമാണ് തോന്നുക. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരനായ ഏതൊരു മലയാളിയും ചിന്തിച്ചു പോകും, എന്തൊരു ഇരട്ടത്താപ്പാണിത്, നട്ടെല്ലില്ലായ്മയാണിത് എന്നൊക്കെ. പാർട്ടിയുടെ കെടുകാര്യസ്ഥത കൊണ്ടും കമ്മീഷൻ അടിയുടെ ഫലമായിട്ടും ഒരു തലമുറയെ ആകെ ലഹരിയുടെ കരാളഹസ്തങ്ങളിലേക്ക് തള്ളിവിട്ട് ഒടുവിൽ മൈക്ക് കിട്ടുമ്പോൾ ഭരണപക്ഷത്തോടും ധാർമ്മികത പ്രസംഗിക്കാൻ ഇറങ്ങുന്നത് എത്ര വലിയ തമാശയാണ്.
മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തള്ളിയ തള്ളുകൾ നമ്മൾ കേട്ടതാണ്. കേന്ദ്രം തരേണ്ട കാശ് ഞങ്ങളങ്ങ് തട്ടിയെടുക്കും, അതിനേത് തന്ത്രവും പയറ്റും എന്ന് ആക്രോശിച്ച് അവസാനം വട്ടപൂജ്യമായി ഡൽഹിയിൽ ചെന്ന് മാപ്പപേക്ഷിക്കുന്ന മട്ടിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗതികേടിനെയാണ് ഇവർ ധീരത എന്ന് വിശേഷിപ്പിക്കുന്നത്. വയനാട്ടിലെ പുനരധിവാസത്തിന്റെയും ദുരന്തബാധിതർക്ക് നൽകിയ വീടുകളുടെയും കാര്യം എടുത്തു നോക്കാം. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കൊടുത്ത എത്രയോ വീടുകൾ പണി പൂർത്തിയാക്കാതെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പൂർണ്ണമായി അർഹതയുള്ള എത്രയോ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു സെന്റ് ഭൂമിയോ വീടോ ലഭിക്കാതെ തെരുവിൽ കഴിയേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും നേതാക്കൾ മൈക്കിന് മുന്നിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ വീട് കൊടുത്തു, കെട്ടുകൊടുത്തു, പെൻഷൻ കൊടുത്തു എന്ന്. ഈ കൊടുക്കുന്നതൊക്കെ എന്തോ നേതാക്കളുടെ കുടുംബസ്വത്തിൽ നിന്നുള്ള ദാനമാണെന്ന മട്ടിലുള്ള ഈ ധാർഷ്ട്യമാണ് ജനങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിച്ചെറിഞ്ഞത്. സഹകരണ ബാങ്കുകളെ സ്വന്തം പാർട്ടിക്കാരുടെ സ്വകാര്യ അക്കൗണ്ട് പോലെ കൈകാര്യം ചെയ്തതും ഓർമ്മ കാണുമല്ലോ. പെൻഷൻ വിതരണം സഹകരണ ബാങ്കുകൾ വഴിയാക്കി മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? സാധാരണക്കാരായ വയസ്സായ മനുഷ്യരുടെ സമ്പാദ്യം ആകെ വെട്ടിച്ച് നടത്തി വിഴുങ്ങിയെടുത്തു. കരുവന്നൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള സഹകരണ ബാങ്കുകളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുകൾക്ക് മുന്നിൽ പിണറായി വിജയൻ എന്ന ധീരൻ മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ സതീശൻ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പെൻഷൻ മുടങ്ങുമെന്ന പേടിയും കൊണ്ട് വഴിയിൽ വന്ന് ആക്രോശിക്കാൻ മേയറൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ മേയറൂട്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് തൊലി ഉരിയുകയാണ്. കാരണം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം തന്നെ BJPയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്ത അത്രയ്ക്ക് യോഗ്യതയുള്ള വ്യക്തിയാണ് നമ്മുടെ മേയറൂട്ടി. അതുകൊണ്ട് എന്താ തിരുവനന്തപുരംകാര് രക്ഷപ്പെട്ടു. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മേയറായി വന്ന് ഏറ്റവും വേഗത്തിൽ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ച ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് ആര്യ രാജേന്ദ്രൻ അല്ലാതെ മറ്റാരുമില്ല. അഴിമതിയും കത്ത് വിവാദവും സ്വന്തക്കാർക്ക് പിൻവാതിൽ നിയമനവും നൽകലും പിന്നെ പിണറായിയുടെ വീട്ടിൽ അടുക്കള പണിയും അതൊക്കെയായിരുന്നു ആ ഭരണത്തിന്റെ ഹൈലൈറ്റ്. ഇതിപ്പോൾ മറച്ചു വെക്കാൻ ഇപ്പോൾ വലിയ വിപ്ലവ പ്രസംഗവും ഇംഗ്ലീഷ് വാചകങ്ങളുമായി ഇറങ്ങിയ ജനങ്ങളത് വിശ്വസിക്കുമെന്ന് കരുതുന്നത് തന്നെ മണ്ടത്തരമാണ്. പ്രസംഗത്തിനിടയിൽ സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ വാചാലയാകുമ്പോൾ നാക്ക് വഴങ്ങാതെ പെൻഷൻ ജനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകുമെന്നൊക്കെ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. അതെ, ആര്യ ചേച്ചി ഇംഗ്ലീഷ് തകർത്തതുപോലെ മലയാളത്തിലും നിങ്ങൾക്ക് ഇത്തിരി പാളിച്ചയൊക്കെ പറ്റിയെങ്കിലും നിങ്ങൾ അറിയാതെ പറഞ്ഞ ആ വാചകത്തിൽ എന്തായാലും ഒരു സത്യമുണ്ട്. നിങ്ങളുടെ ഭരണകാലത്ത് പെൻഷൻ ജനങ്ങൾക്ക് അപ്രതീക്ഷിതമായി അപ്രത്യക്ഷമാവുക തന്നെയായിരുന്നു. പാവപ്പെട്ടവർ വിശപ്പടക്കാൻ പെൻഷന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ കോടികളുടെ വൻകിട പദ്ധതികളുടെ കമ്മീഷൻ അടിക്കുന്ന തിരക്കിലായിരുന്നു നിങ്ങളുടെ ഭരണാധികാരികളെല്ലാം തന്നെ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളത്തെ ഏത് വിധത്തിലാണ് കൊണ്ടുചെന്നെത്തിച്ചതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു സാധാരണക്കാരന് അതിനൊരു അവസരം കൊടുത്താൽ മതി. അവൻ്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കൂ, അവൻ പറയും സത്യം. കേരളത്തിൻ്റെ വികസനത്തിന് കേന്ദ്രം നൽകുന്ന പണം വേണ്ടെന്ന് പറഞ്ഞ് ധാർഷ്ട്യം കാണിക്കുക, അതിനുശേഷം ഖജനാവിൽ പണമില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുക, വെള്ളത്തിനും വൈദ്യുതിക്കും കെട്ടിട നികുതിക്കും വരെ നികുതിയുടെ നിരക്ക് ഉയർന്നത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് സത്യം പറഞ്ഞാൽ ഒരു മാജിക് ആയിരുന്നു. അത് സാധാരണക്കാരൻ്റെ വയറ്റത്തടിച്ച ഭരണത്തെയാണ് ആര്യ ചേച്ചി ധീരത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ധീരതയുടെ അനന്തരഫലമായിട്ടാണ് കേരളം ഇന്ന് വൻ കടക്കണിയിൽ പെട്ടിരിക്കുന്നതും നിങ്ങൾ 35-ൽ ഒതുങ്ങിയതും. എന്നിട്ടും നാണമില്ലാതെ വന്ന മൈക്കിന് മുന്നിൽ നിന്ന് എൻ്റെ ജനതയുടെ അഭിമാനം പണയം വെക്കില്ല എന്നും പറഞ്ഞ് കണ്ണീരൊഴുക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേകതരം രാഷ്ട്രീയ അഭിനയ ശേഷി തന്നെയാണ്. നിങ്ങൾക്ക് വല്ല ഓസ്കാറും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള കണ്ണീരും നാടകങ്ങളൊന്നുമല്ല, മറിച്ച് വികസനവും കൃത്യമായ ഭരണവുമാണ്. അത് നൽകുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കി. എന്നിട്ടും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ തെരുവിൽ നിന്ന് ആക്രോശിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ നിരാശ മാത്രമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് പഴയ കഥകളൊക്കെ കൃത്യമായി ഓർമ്മയുണ്ട്. പഴയതൊന്നും പറയല്ലേ, അതൊരു ദുസ്വപ്നമായിരുന്നു. ഒരു മെമ്മറി കാർഡും ലെറ്റർ പാഡും പിണറായിയുടെ അഹങ്കാരവും കൊണ്ട് മുടിഞ്ഞ ഖജനാവും ജനങ്ങളൊന്നും മറക്കില്ല. അടുത്ത തവണ മൈക്ക് കിട്ടുമ്പോൾ ഈ ആക്രോശവും വാഴ്ത്തുപാട്ടും ഇത്തിരി ഒന്ന് കുറച്ചേക്ക്. കേൾക്കുന്ന ജനങ്ങൾക്ക് ചിരിയടക്കാൻ വയ്യ. ജനങ്ങൾ നൽകിയ തിരിച്ചടിയിൽ നിന്നും പാഠം പഠിക്കാതെ ഇനിയും ആക്രോശിക്കാൻ ഇറങ്ങിയ ട്രോൾ പേജുകൾക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. അവർക്കൊരു വിഭവം മാത്രമായിരിക്കും. എന്തായാലും പ്രസംഗപീഠത്തിൽ കയറി നിന്ന് കണ്ണീരൊഴുക്കിയത് കൊണ്ടോ ഇംഗ്ലീഷ് വാചകങ്ങൾ ഉരുവിട്ടത് കൊണ്ടോ ഇല്ലാതാകുന്നതല്ല നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ നാശനഷ്ടങ്ങളെല്ലാം തന്നെ. ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഭരണം ഉണ്ടാക്കിയ മുറിവുകൾക്ക് ആര്യ ചേച്ചിയുടെ ഈ ന്യായീകരണങ്ങൾ കൊണ്ടോ ആര്യ ചേച്ചിയുടെ ഈ അലർച്ച കൊണ്ടോ കണ്ണീര് കൊണ്ടോ മരുന്നാകില്ല, മറിച്ച് കൂടുതൽ പരിഹാസ്യമാവുകയുള്ളൂ. ജനങ്ങൾക്ക് മുന്നിൽ സത്യം വെളിച്ചത്ത് വരുമ്പോൾ നിങ്ങൾ കെട്ടിപ്പൊക്കിയ ന്യായീകരണങ്ങളുടെ ചീട്ടുകൊട്ടാരം എന്തായാലും തകർന്നു വീഴുക തന്നെ ചെയ്യും. അത് തകർന്നു വീണതാണ് താനും. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആര്യ ചേച്ചിയുടെ ഈ പ്രസംഗം കണ്ടിട്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.